മഹത്വപ്പെടുമാറാകട്ടെ. നാം ദൈവവചനത്തിൻ്റെ മുമ്പാകെ എത്ര ഇരുന്നാലും ദൈവവചനത്തെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മടുപ്പല്ല. ദൈവവചനത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യമാണ് എന്നറിയാമല്ലോ. നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രവുമല്ല, ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ട അനേക വർഷങ്ങൾ കഴിഞ്ഞ ദൈവമക്കൾക്ക് പത്രോസ് പുസ്തകം എഴുതുമ്പോൾ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. എങ്ങനെ വാഞ്ചിക്കണമെന്നാണ് പറഞ്ഞേ? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അത് രക്ഷിക്കപ്പെട്ട ഉടനെയുള്ള ശിശുവായിരുന്ന ആളുകളോടല്ല അത് പറയുന്നത്. ഒരുപക്ഷെ കാലം നോക്കിയാൽ ഉപദേഷ്ടക്കന്മാരായിരിക്കുവാൻ പ്രായമായ ആളുകളോടാണ് പറയുന്നത്. അപ്പോൾ ദൈവവചനം കേൾവി എനിക്ക് അധികമായി പോയി, അല്ലെങ്കിൽ ഇത്രയൊന്നും ആവശ്യമില്ല എന്ന് നമ്മൾ ഹൃദയത്തിൽ തോന്നുന്നെങ്കിൽ എന്തോ ഒരു ആത്മീക പ്രശ്നം നമ്മിൽ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 1-2 ആഴ്ച ഞാൻ നിങ്ങളോട് സംസാരിച്ചതായിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു വലിയ വിവാദത്തിനും തർക്കത്തിനും പലർക്കും അനേകർക്കും ഇടർച്ചയ്ക്കും കാരണമായി എന്നുള്ളത് ഞാൻ പല ആളുകളിൽ നിന്നും മനസ്സിലാക്കി. എന്നാൽ ദൈവവചനത്തിലെ സത്യങ്ങൾ അതിന് എത്ര വില കൊടുക്കണമെങ്കിലും ആ സത്യങ്ങൾ അങ്ങനെ തന്നെ നിർമ്മലമായി സഭയിൽ പഠിപ്പിക്കുകയും അത് നാം എല്ലാവരും അനുസരിക്കുകയും ചെയ്യണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതൊരു വിവാദത്തിനും അതുപോലെ തന്നെ ഇടർച്ചയ്ക്കും കാരണമായി എന്നുള്ളതിൽ ഞാൻ അല്പം പോലും അതിശയിക്കുന്നില്ല. കാരണം ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ സഭകൾ വിട്ടുകളഞ്ഞതായ വലിയ ആത്മീക പ്രമാണമാണ് അത് എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങനെ വളരെ തലയൊക്കെ ഒരല്പം നീട്ടി ഇതെന്താണ് ഈ വിവാദമായ കാര്യം എന്ന് അറിയാനായിട്ട് നിങ്ങളുടെ ശ്രദ്ധ അങ്ങനെ ഇരിക്കുന്നത് ഞാൻ നിങ്ങളുടെ മുഖങ്ങളിൽ ദർശിക്കുന്നുണ്ട്. അപ്പോൾ വിവാദമായ വിഷയമെന്ന് പറയുന്നത് ഇതാണ്: സകലതും പൊതുവക എന്നെണ്ണുക. അതാണ് വിവാദമായ വിഷയമെന്ന് പറയുന്നത്. അത് അങ്ങനെയൊന്ന് പുതിയ നിയമത്തിൽ ഇല്ലെന്നും ഇനിയല്ല അത് 1-ാം നൂറ്റാണ്ടിൽ പരീക്ഷിച്ച് പരാജയപ്പെട്ട് അത് ദൈവം വേണ്ട എന്ന് വെച്ചതുമായ കാര്യമാണ് എന്നുള്ള അഭിപ്രായങ്ങളും, പിന്നെ അതൊരു തെറ്റായിട്ടുള്ള ഉപദേശമാണ് എന്നും ഒക്കെ പറഞ്ഞതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് എത്രത്തോളം ഒരു യാഥാർത്ഥ്യമാണ്, ശരിയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായ ആവശ്യമുണ്ട്. അതിൽ ഒരു സഭ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അല്ല പൊതുവിലുള്ളൊരു പ്രമാണവുമാണ് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചതും ശിഷ്യന്മാർ അവരുടെ കാലഘട്ടങ്ങളിൽ അനുവർത്തിച്ചതും അതുപോലെ തന്നെ സഭകളിൽ അനുവർത്തിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉപദേശമായി പഠിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നും ചില സഭകളും ഒക്കെ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു പരിധിവരെ അത് ശരിയാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഈ പറഞ്ഞതായ കാര്യം, സകലതും പൊതുവക എന്ന് എണ്ണുക എന്ന് പറഞ്ഞതായിട്ടുള്ള കാര്യം കർത്താവ് പഠിപ്പിച്ചതും 1-ാം നൂറ്റാണ്ടിൽ അനുവർത്തിച്ചതും സഭകൾ അനുവർത്തിക്കേണ്ടതുമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അതിനകത്ത് നാം പരിശോധിക്കുവാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനകത്തൊരു തർക്കത്തിന് യാതൊരു കാരണവുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, കർത്താവായ യേശുക്രിസ്തു എന്താണ്
പഠിപ്പിച്ചത്. സ്വകാര്യ സ്വത്തുക്കളെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു എന്ത് പഠിപ്പിച്ചു? നാം ഇതിനു മുമ്പ് ഇവിടെ ചിന്തിച്ചതായ കാര്യം തന്നെയാണ്, പഠിപ്പിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ തൻ്റെ ശിഷ്യന്മാർ ചെന്ന് ചോദിച്ചു, കർത്താവേ, സകലതും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോൾ എന്ത് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ ഈ ലോകത്തിൽ എന്ത് കിട്ടുമെന്നോ നിത്യതയിൽ എന്ത് കിട്ടുമെന്നോ വ്യത്യസ്തമായിട്ടല്ല ചോദിച്ച്, എന്ത് കിട്ടുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ കർത്താവ് അത് തരം തിരിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലോകത്തിൽ 100 മടങ്ങ് അപ്പന്മാരെയും അമ്മമാരെയും സഹോദരന്മാരെയും സഹോദരികളെയും നിലങ്ങളെയും പിന്നെ ഭവനങ്ങളെയും വീടുകളെയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. വരാനുള്ള ലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവനും ലഭിക്കും. അപ്പോൾ ഈ 100 മടങ്ങ് വീട് കർത്താവിൻ്റെ പിന്നാലെ വന്നതിൻ്റെ പേരിൽ 100 വീട് ഇവിടെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. 1-2 വീട് വരെയൊക്കെ ഒരു പക്ഷേ കാണുമായിരിക്കും, വീടില്ലാത്തവരുമുണ്ട്. അപ്പോൾ 100 മടങ്ങ് വീട് നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ 100 മടങ്ങ് വീട് കിട്ടിയതായിട്ടുള്ള ആളുകളൊന്നും ഞാൻ കേരളത്തിൽ കേട്ടിട്ടുമില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളെല്ലാവരും, അതായത് ഒരാൾ കർത്താവിനെ പിൻചെല്ലുവാനായിട്ട് തീരുമാനിച്ചാൽ അങ്ങനെ തീരുമാനിച്ചു വരുന്നതായിട്ടുള്ള ആളുകൾക്കുള്ളതെല്ലാം അത് പൊതുവാണ് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ടോ? കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും നാം വായിക്കുമ്പോൾ വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നുവെന്നും അവരുടേതെല്ലാം അവർ പൊതുവക എന്ന് എണ്ണിയെന്നും എന്ന് മാത്രവുമല്ല, ആരും തനിക്കുള്ളത് സ്വന്തമെന്ന് പറഞ്ഞില്ല എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ അത് അനുവർത്തിച്ചോ? അപ്പോൾ കർത്താവ് പഠിപ്പിച്ചു, ശിഷ്യന്മാർ അനുവർത്തിച്ചു. ഇനി മുമ്പോട്ട് വിശ്വാസികൾ എങ്ങനെയാണ് അത് സംബന്ധിച്ച് കരുതേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എന്താണ് ഉപദേശം? അപ്പോൾ അവിടെ പ്രധാനമായും 2-3 എതിർവാദങ്ങളാണ് പൊതുവെ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, 1-ാമത്തെ നൂറ്റാണ്ടിൽ യെരുശലേമിൽ സുവിശേഷം അറിയിച്ചു. അന്ന് ആദ്യത്തെ ദിവസം തന്നെ 3000 പേര് കർത്താവിൻ്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ വിശ്വസിച്ചു, സ്നാനമേറ്റു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ആ സമയത്ത് യെരുശലേമിലെ കുറേ ആളുകൾ, കുറേ വിശ്വാസികൾ അവർക്കുള്ളതെല്ലാം വിറ്റ്, എല്ലാം എന്ന് പറഞ്ഞിട്ടില്ല, അവർക്കുള്ളത് വിറ്റ് അവർ അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പസ്തോലന്മാരത് ആവശ്യം പോലെ ആളുകൾക്ക് പങ്കിട്ട് കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അത് യെരുശലേമിൽ മാത്രം സംഭവിച്ചു, പിന്നെ മറ്റൊരിടത്തും അങ്ങനെ സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അങ്ങനെ യെരുശലേമിൽ സംഭവിച്ചതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്ന് പെന്തക്കോസ്ത് പെരുന്നാളിന് അന്ന് അറിയപ്പെടുന്നതായിട്ട് ഇന്നത്തെ മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് രാജ്യങ്ങളിലെല്ലാം ചിതറിക്കിടന്നിരുന്ന യഹൂദന്മാർ അവിടെ പെന്തക്കോസ്ത് പെരുന്നാളിനായിട്ട് യെരുശലേമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതായിട്ടുള്ള ആളുകൾക്ക് യെരുശലേമിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ പ്രത്യേകിച്ച് വീടോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അവർ ഈ പെരുന്നാളിന് വേണ്ടി മാത്രം വന്ന ആളുകളാണ്. അവർ സുവിശേഷം കേട്ടു, അവർ രക്ഷിക്കപ്പെട്ടു, അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. ആ വലിയ വ്യത്യാസപ്പെട്ട ജീവിതാനുഭവം അവരനുഭവിച്ചു. അവിടെ ഉണ്ടായിരുന്നവരും പെരുന്നാളിന് നാനാദേശങ്ങളിൽ നിന്ന് വന്നവരുമായിട്ടുള്ള ആളുകൾ. എന്നു മാത്രവുമല്ല, കർത്താവ് പോയ പോലെ തിരിച്ചു വരും. അപ്പോൾ എപ്പോഴാണ് വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു കൃത്യമായ നിർദ്ദേശങ്ങളും കർത്താവ് പറഞ്ഞിട്ടില്ല. അത് മനുഷ്യപുത്രൻ കൂടി അറിയുന്നില്ലെന്നാണ് പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ചു കർത്താവ് ഉടനെ വരും, എന്നാൽ കർത്താവിൻ്റെ കൂടെ അങ്ങോട്ട് പോകാം, ഇനി സ്വന്തം ദേശങ്ങൾ, ഞങ്ങളുടെ പ്രദേശങ്ങളിലേക്കൊന്നും ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല എന്ന് വിചാരിച്ച് അവർ അവിടെ കൂടാനായിട്ട് അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പോൾ 10-12 ഭാഷക്കാരെക്കുറിച്ച് അവിടെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ തീരുമാനിച്ചപ്പോൾ എന്തു പറ്റി? കുറേ ആളുകൾ അവർക്കുണ്ടായിരുന്ന ഭൂസ്വത്തൊക്കെ വിറ്റ് ഇവിടെ കൂടാൻ തീരുമാനിച്ച ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ അങ്ങോട്ട് ഒരുക്കുന്നതിന് വേണ്ടിയാണ് അന്ന് യെരുശലേമിലെ സഭയിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതിൻ്റെ ചരിത്രവും അതുപോലെ വചനത്തിൽ നിന്നുള്ളതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള സൂചനകളുമാണ്.
എന്നാൽ ദൈവിക പരിപാടി എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരെല്ലാവരും അവിടെ കൂടിയിരുന്ന് കർത്താവ് വരുമ്പോൾ പോവുക എന്നുള്ളതായിരുന്നില്ല. കർത്താവ് അവരെ അവിടുന്ന് പറഞ്ഞു വിട്ടു. എങ്ങനെ പറഞ്ഞു വിട്ടേ? വലിയ ഒരു പീഡനം, കഷ്ടം അങ്ങോട്ട് ആഞ്ഞടിച്ചു. അപ്പസ്തോലന്മാർ ഒഴികെ എല്ലാവരും ചിതറിപ്പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി അങ്ങനെ അവിടെ കൂടിയിരിക്കുക എന്നുള്ളതല്ല. കർത്താവിൻ്റെ സുവിശേഷം എല്ലായിടത്തേക്കും പകരപ്പെടുക, പോവുക, അനേകം ആളുകൾ വിശ്വസിക്കുക, ഇതൊക്കെ ദൈവിക പരിപാടിയാണ്. അതിനൊരു തടസ്സമായിട്ടുള്ള പരിപാടിയാണ് യഥാർത്ഥത്തിൽ അവിടെ മനുഷ്യൻ്റെ ചില ജഡികമായിട്ടുള്ള താല്പര്യങ്ങളിൽ അവിടെ ഉണ്ടായത്. അതുകൊണ്ട് എന്തു ചെയ്തു? അവിടെ എല്ലാം ദൈവം അങ്ങോട്ട് ചിതറിച്ചു. അങ്ങനെ റോമായിൽ പോയി. അങ്ങനെ അവിടെ നിന്ന് റോമായിലേക്ക് പോയ രക്ഷിക്കപ്പെട്ട ആളുകളാണ് റോമയിലെ സഭയുടെ സ്ഥാപനത്തിൻ്റെ പിന്നിലെന്നാണ് ചരിത്രം അതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ ആണ് അവിടെ വിറ്റ് കൊണ്ടുവന്ന അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചത്. ഈ വിറ്റ് കൊണ്ടുവന്ന അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചത് ആളുകൾ അവർക്കുള്ളത് എല്ലാം വിറ്റു എന്നാണ് ഒരു പക്ഷേ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്. അതൊരിക്കലും അത് ചിന്തിക്കുന്നത് യുക്തിപരമല്ല. നമുക്കറിയാമല്ലോ, ഒരു വീട്ടിൽ പ്രായമായവരും കുഞ്ഞുങ്ങളും ഗർഭിണികളും ഒക്കെ ഉണ്ട്. ഇവരെല്ലാവരെയും വഴിയിലേക്ക് ഇറക്കി വിട്ടിട്ട് അവർക്കുണ്ടായിരുന്ന വീടും എല്ലാം വിറ്റ് എല്ലാം കൊണ്ട് അപ്പസ്തോലന്മാരുടെ കാലുകൾ വെച്ചു. പിന്നെ അത് വീതിച്ചു കൊടുത്ത് എപ്പോഴെങ്കിലും വീടൊക്കെ മേടിച്ചാണോ ആളുകൾ അവരുടെ വീട്ടിൽ പിന്നെ പോയി താമസിച്ചു? അങ്ങനെയൊന്നുമല്ല. അതിനു മുമ്പ് തന്നെ കർത്താവിന് വഴിയൊരുക്കാൻ വന്നതായിട്ടുള്ള യോഹന്നാൻ പ്രസംഗിച്ചിരുന്നു. എന്ത്? രണ്ടുള്ളവൻ ഒന്ന് കൊടുക്കട്ടെ. അപ്പോൾ അവർക്ക് അധികമായിട്ടുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കുന്നതുണ്ട് എന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള ആളുകൾ അവർക്കുള്ള അധികമായതെന്ന് അവർ ചിന്തിച്ചതും ആവശ്യത്തിലേക്കുള്ള ആളുകൾക്കും അവർ അതങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച ഈ വീടുകളും നിലങ്ങളും വിറ്റുകൊണ്ട് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലം അതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പെന്തക്കോസ്ത പെരുന്നാളിൽ വന്നതായിട്ടുള്ള ആളുകളെക്കുറിച്ച് ഒരു പ്രത്യേക പരാമർശം അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എന്താണ്? ആളുകളെക്കുറിച്ച് പരാമർശമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭക്തിയുള്ള പുരുഷന്മാർ, അല്ലേ? ഭക്തിയുള്ള പുരുഷന്മാർ. നമുക്കറിയാം, ഇന്നത്തേതുപോലെ യാത്രാ സൗകര്യമോ ഒന്നും ഉണ്ടായിരുന്ന കാലഘട്ടമല്ല. ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ അനേക മൈലുകൾ നടന്നും അല്ലെങ്കിൽ കഴുതപ്പുറത്തോ ഒക്കെയാണ് ആളുകൾ യെരുശലേമിലേക്ക് വന്നത്. അത് അവരുടെ ദൈവത്തോടുള്ള ഭക്തിയും അല്ലെങ്കിൽ സ്നേഹവും ഭയവും ഒക്കെയാണ് അതിൻ്റെ പിന്നാലെ ഉള്ളത്. എന്തുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ്റെ ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടെന്നറിയാവോ? ഭക്തിയുള്ള ആളുകളുടെ ഒരു കൂട്ടമായിരുന്നു അത്. ഇന്ന് നമ്മൾ പ്രസംഗിച്ചാൽ ഒരാൾ പോലും രക്ഷിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഭക്തിയുള്ളവരെന്നും, പ്രിയമുള്ളവർ, എല്ലാവർക്കും രക്ഷ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഈ രക്ഷയെ കരസ്ഥമാക്കുവാൻ, കൈവശമാക്കുവാൻ കഴിയുന്നവർ അതിനകത്ത് ദൈവത്തോടുള്ള ആ അനുകൂല മനോഭാവമുള്ള ആളുകൾ മാത്രമാണ്. നമ്മൾ അങ്ങനെയുള്ള ചില ആളുകളെക്കുറിച്ച് വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്. എവിടെയാണ്? 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസിനെ കുറിച്ച്. കൊർന്നേലിയോസ് രക്ഷിക്കപ്പെട്ട ആളായിരുന്നില്ല, അല്ലേ? നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കേണ്ടതിന് ആവശ്യമായ വാക്കുകളെ അവൻ നിന്നോട് അറിയിക്കും. അതായത് പത്രോസ് അപ്പോസ്തലൻ നിന്നെ അറിയിക്കുമെന്നാണ് ദൂതൻ പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട ആളല്ല, പക്ഷേ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് ചില വിശേഷണങ്ങളുണ്ട്. താൻ ഭക്തിയുള്ളവനായിരുന്നു, നീതിമാനായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ലുദിയെക്കുറിച്ചും വായിക്കുന്നത് എങ്ങനെയാണ്? ഭക്തിയുള്ള ഒരു സ്ത്രീ. അപ്പോൾ ദൈവത്തോടുള്ള ഭയവും ഭക്തിയുമുള്ള ആളുകൾക്ക് മാത്രമേ ഈ ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുകയുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് നമുക്ക് ആളുകളുടെ ജീവിതത്തിൽ കാണുന്ന ഭക്തി 2 തരമുണ്ട് പ്രധാനമായിട്ടും. ഒന്ന് ദൈവത്തോടുള്ള ഭക്തി, 2 മതഭക്തി. ദൈവത്തോട് ഭക്തിയുള്ളതായിട്ടുള്ള ആളുകൾ ദൈവവചനം കേൾക്കുമ്പോൾ അവർ അത് ദൈവവചനമായി തന്നെ, സാക്ഷാൽ വചനമായി തന്നെ, എൻ്റെ വാക്കുകൾ സാക്ഷാൽ വചനമായി നിങ്ങൾ സ്വീകരിച്ചുവെന്ന് തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഭക്തരായിട്ടുള്ള ആളുകൾ, ദൈവത്തോട് ഭക്തിയുള്ളതായിട്ടുള്ള ആളുകൾ, അവർ ദൈവവചനം, അവർ വാക്കുകൾ കേൾക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വചനമായിട്ട് കൈക്കൊണ്ട് അത് അവരുടെ ജീവിതത്തിൽ രൂപാന്തരത്തിനും മനസ്സാന്തരത്തിനുമൊക്കെ ഇടയായിത്തീരും. പിന്നെ മതഭക്തർ അല്ലെങ്കിൽ സഭാഭക്തരായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിൽ ഈ ദൈവവചനം പ്രവർത്തിക്കുവാനായിട്ട് കഴിയില്ല. അവരുടെ ഭക്തി, ദൈവത്തോടുള്ള ഭക്തിക്കപ്പുറം അവർക്ക് അവരുടെ പ്രസ്ഥാനങ്ങളോട് അല്ലെങ്കിൽ അവരായിരിക്കുന്ന മതങ്ങളോട്, അവിടുത്തെ വിശ്വാസങ്ങളോടൊക്കെയാണ് അവരുടെ ഭക്തി കിടക്കുന്നത്. എന്തുകൊണ്ടാണ് പല മതങ്ങളിലും സഭകളിലുമൊക്കെയുള്ള ആളുകൾ
അത് ഏത് സഭകളിലാണെങ്കിലും ഉള്ള ആളുകൾ അവർ ദൈവവചനം കേട്ടാൽ സത്യമാണെന്ന് അവർക്ക് ബോധ്യമായാൽ പോലും അവർക്ക് വരാനായിട്ട് കഴിയില്ല, അല്ലേ? നമ്മൾ അനേക ആളുകളോട് ദൈവവചനം സംസാരിക്കുമ്പോൾ അവർക്കറിയാം ഇത് സത്യമല്ല, സത്യം ഈ സഹോദരന്മാർ പറയുന്നത് തന്നെയാണ്, ഈ കേൾക്കുന്നതൊക്കെ സത്യമാണ്. പക്ഷേ അവർ ദൈവവചനത്തിൻ്റെ സൂക്ഷ്മമായ സത്യങ്ങളിലേക്ക് വരുവാനായിട്ട് അവർക്ക് മനസ്സില്ല. മറിച്ച് അവർ സത്യമല്ല എന്നവരുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതും മനസ്സിലാക്കിയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഭയങ്കര ഭക്തിയോടുകൂടി അവർ അതിൽ പങ്കെടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാ മതങ്ങളിലും സഭകളിലും ഉള്ളതായിട്ടുള്ള കാര്യം അതാണ്. അപ്പോൾ ദൈവത്തോടുള്ള യഥാർത്ഥ ഭക്തിയുള്ള ആളുകൾ അവർ ദൈവവചനം കേൾക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ വിശ്വാസമായും രൂപാന്തരമായും ജീവനായിട്ടും തീരും. അപ്പോൾ അങ്ങനെ യെരുശലേമിലുണ്ടായ വന്നതായിട്ടുള്ള ആളുകൾ പൊതുവിൽ അവരെ കഷ്ടമൊക്കെ സഹിച്ച് ചിലവൊക്കെ ചെയ്ത് ദീർഘ സമയങ്ങൾ അവരവരുടെ കുടുംബത്തെയും അവരുടെ മൃഗസമ്പത്ത്, കൃഷിയും മൃഗസമ്പത്തും ഒക്കെ ആണല്ലോ ആ കാലഘട്ടങ്ങളിലെ ജീവിതമാർഗം എന്ന് പറയുന്നത്, അതൊക്കെ വിട്ട് ഒരുപക്ഷെ ചില ആഴ്ചകൾ അല്ലെങ്കിൽ 1-2 മാസമൊക്കെ യാത്ര ചെയ്ത് തിരിച്ചു പോകുവാനായിട്ട് വന്ന ആളുകൾ ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാനസാന്തരം, രൂപാന്തരം ദൈവവചനത്തിൻ്റെ കേൾവി മുഖാന്തരം ഉളവായി. അപ്പോൾ അത് അങ്ങനെയാണ്. അങ്ങനെ വന്ന ആളുകളും അതുപോലെ തന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരൊക്കെ അങ്ങനെ തന്നെയാണ് ഈ വിശ്വാസത്തെ സ്വീകരിച്ചതും. അതുകൊണ്ട് അവർ ജീവൻ തന്നെ കൊടുക്കുവാനായിട്ട്, കർത്താവിന് വേണ്ടി ജീവൻ തന്നെ കൊടുക്കുവാനായിട്ട് അവർ ചിന്തിച്ചു. ശരി, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായിട്ടുള്ള മറ്റ് ചില ഉപമകളും ഇതിനോട് നമുക്ക് ചേർത്ത് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അനീതിയുള്ള കാര്യവിചാരകന്മാരെക്കുറിച്ച് ഒരു ഉപമ കർത്താവ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ഇടയാകും. ഏതില്ലാതെയാകുമ്പോൾ? അനീതിയുള്ള മാമോൻ ഇല്ലാതെയാകും, അല്ലേ? അനീതിയുള്ള മാമോൻ ഇല്ലാതെയാവുകയല്ലേ? ഇതെല്ലാം വിട്ട് നമ്മൾ പിരിയും. ഇപ്പം അനീതിയുള്ള മാമോനെ കൊണ്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കണേ? സ്നേഹിതന്മാരെ ഉണ്ടാക്കുക. അനീതിയുള്ള മാമോൻ ഇല്ലാതെയാകുമ്പോൾ, 8 മുതലുള്ള വാക്യങ്ങളാണ്, ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ഇടയാകും. ആര്? ഈ അനീതിയുള്ള മാമോനെ കൊണ്ട് നമ്മൾ സമ്പാദിച്ചതായിട്ടുള്ള സ്നേഹിതന്മാർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളുവാൻ ഇടയാകും. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. അതായത് ഈ അത്യല്പം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അനീതിയുള്ള മാമോനെക്കുറിച്ചാണ്. ഈ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തനായവൻ അധികത്തിൽ വിശ്വസ്തനായിരിക്കും, അതിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവനായിരിക്കും. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ, ഈ അനീതിയുള്ള മാമോനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അന്യമായതിൽ, അല്ലേ? നമുക്കൊക്കെ നമ്മളുടെ ആധാരമൊക്കെ പെട്ടിയിലിരിക്കുമ്പോൾ നമുക്ക് അത് അന്യമായതാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത് നമ്മുടെ സ്വന്തമാണെന്നല്ലേ, അല്ലേ? രേഖ നമുക്ക് വസ്തു തന്നതായിട്ടുള്ള ആളുകൾ, ഈ വീട് തന്നതായിട്ടുള്ള ആളുകൾ രേഖ എഴുതി രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ ചെയ്ത് നമുക്ക് സർവ്വ അധികാരങ്ങളോടും കൂടെ യാതൊരു തേഴ്ചകളോ വീഴ്ചകളോ ഒന്നുമില്ലാതെ സ്വസ്ഥമായി അനുഭവിക്കുവാനായിട്ട് എഴുതി പൈസയൊക്കെ മേടിച്ച് നമ്മുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ പെട്ടിയിൽ വെച്ചിരിക്കുന്ന ആധാരം, അതിനെക്കുറിച്ച് വചനം പറയുന്നത് അന്യമായതിൽ നമ്മുടെ അല്ലെന്നാ, അല്ലേ? അത് നമ്മുടെ അല്ല. പ്രമാണമൊക്കെ നമ്മുടെ പേരില്ല, പക്ഷേ നമ്മുടെ അല്ല. അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും അന്യമായത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വന്തമായത് എന്ന് പറയുന്ന മറ്റെന്തോ ഉണ്ട്, അല്ലേ? അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ സ്വന്തമായത് നിങ്ങൾക്ക് ആർ തരും? അപ്പോൾ ഈ ലോകത്തിലുള്ളതെല്ലാം അന്യമായതാണ്. അതിൽ വിശ്വസ്തരായാൽ മാത്രമേ സ്വന്തമായ മറ്റെന്തോ നമുക്ക് തരുവാനായിട്ട് ഉള്ളൂ എന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്.
എന്നിട്ട് പറയുക, 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ 2 മാസ്റ്റർമാരാണ് ഇവിടെയുള്ളത്. ദൈവവും, നമ്മൾ പറയുമ്പോൾ നമുക്ക് ദൈവവും പിശാചും അങ്ങനെ 2 ആളുകളല്ലേ നമുക്കുള്ളത്, അല്ലേ? ദൈവത്തിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ പിശാചിൻ്റെ പിന്നാലെ. എന്നാൽ പിശാചിന് തത്തുല്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള പദമാണ് മാമോൻ എന്ന് പറയുന്നത്. ഈ പിശാച് നമ്മളെല്ലാം പിടിച്ച് കിട്ടുന്നത് എവിടെയാണെന്നറിയാവോ? ഈ മാമോനോട് ചേർത്താണ് കിട്ടുന്നത്. അവിടെയാണ് നമ്മുടെ എല്ലാ സ്റ്റേഷനും പോകുന്നത്. അതൊന്നും പക്ഷെ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ മാമോനെയും ദൈവത്തെയും നിങ്ങൾക്ക് സേവിക്കാൻ കഴിയുകയില്ല എന്നാണ് അവിടെ പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് വിവാദമാകുകയും അതിനോട് എതിർപ്പുകൾ പറയുകയും ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, അതെന്താ, വചനത്തിലേക്ക് വളരെ എത്രയോ 1-2 വാക്യങ്ങളൊന്നുമല്ല, എത്രയോ വാക്യങ്ങളുണ്ട്, പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ അടുത്ത വാക്യത്തിൽ അതിന് ഉത്തരമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. 14-ാമത്തെ വാക്യം. എന്താണ് 14-ാമത്തെ വാക്യം? ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ട് അവനെ പരിഹസിച്ചു. അപ്പോൾ നമുക്ക് രോഗം എന്താണ് എന്ന് പിടികിട്ടി. എന്താണ് രോഗം? ദ്രവ്യാഗ്രഹമാണ് രോഗം. ഇത് കേൾക്കുമ്പോൾ ഇത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ അതിനോട് എതിർക്കുകയും അതിനെതിരെ വാദപ്രതിവാദങ്ങൾ നടക്കുകയും പറയുന്നതായിട്ടുള്ള നമ്മളെ തുച്ഛീകരിക്കുകയും ചെയ്യുമ്പോൾ അതിനുള്ള ഉത്തരം കർത്താവിനോടും അങ്ങനെ തന്നെയാണ് ചെയ്തത്. എന്താണ് അതിന് കാരണം? അവർ ദ്രവ്യാഗ്രഹികളായി തീർന്നു എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ 2 യജമാനന്മാരെ സേവിപ്പാനായിട്ട് ഒരു ഭൃത്യനും കഴിയുകയില്ല. ഒരുവനെ പകയ്ക്കുക, മറ്റവനെ സ്നേഹിക്കുക. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീതിയുള്ള മാമോനെ പകയ്ക്കുക എന്നുള്ളതാണ്. അന്യമായതാണത്, നമുക്കുള്ളതല്ല. സ്വന്തമായത് എന്ന് പറയുന്നത് മറ്റെന്തോ ആണ്. അത് നിത്യതയിൽ ദൈവം നമുക്ക് നൽകുന്നതാണ്, അല്ലെങ്കിൽ ദൈവം നൽകുന്നതായിട്ടുള്ള ജീവൻ ആണ് ഈ സ്വന്തമായത് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ വീണ്ടും മറ്റൊരു വാദം ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ നടക്കുന്നത്, കർത്താവിൻ്റെ അടുക്കൽ ചില ആളുകളൊക്കെ ചെന്നു എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ പിൻഗമിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? ഉള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തേച്ച് എൻ്റെ അടുത്ത് വാ. അപ്പോൾ നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തേച്ചാണോ ഈ നടക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ? ന്യായമായിട്ടുള്ളൊരു ചോദ്യം അല്ലേ? ആര് കേട്ടാലും നിങ്ങളോടൊക്കെ ഒരു പക്ഷേ നിങ്ങൾ സുവിശേഷമൊക്കെ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണത്. ഈ 1-ാം നൂറ്റാണ്ടിൽ സകലതും വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ചു എന്ന് പറയുന്നത് പോലെ, അത് നിങ്ങളങ്ങനെ എല്ലാം വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ കർത്താവിനെ പിൻഗമിക്കാനായിട്ട് വന്നതായിട്ടുള്ള ആളുകളോട് കർത്താവ് എന്താ പറഞ്ഞേ? ആളുകളോടല്ല, ഒരാളോട് എന്ത് പറഞ്ഞു? നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് എന്നെ പിൻഗമിക്കുക. പല വേദഭാഗങ്ങളിലും സുവിശേഷങ്ങളിലും നമുക്കത് വായിക്കാനായിട്ട് കഴിയും. എന്നാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമുക്ക് അത് സംബന്ധിച്ച് ഉള്ള ഒരു ഉദാഹരണം വായിച്ചതിനെക്കുറിച്ച് ചിന്തിക്കാം. ഒരു പ്രമാണി അവനോട് 18 മുതൽ, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് അവൻ പറഞ്ഞത് യേശു കേട്ടിട്ട്. അപ്പോൾ കർത്താവ് 10 കൽപ്പനകളിൽ 4 എണ്ണത്തെ അടർത്തിയെടുത്തി അവനോട് പറഞ്ഞു. മോഷ്ടിക്കരുത്, പിന്നെ എന്ത് ചെയ്യണം? കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിൻ്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക. 4 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. കൊല ചെയ്യരുത്, 10 കൽപ്പനകളിൽ 4 പറഞ്ഞുള്ളൂ. ഇതിനകത്ത് ഈ മോഹിക്കരുത് എന്നുള്ളത് പറഞ്ഞില്ല. പിന്നെ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള കൽപ്പനകളും പറഞ്ഞില്ല. വ്യഭിചാരം അത് പറഞ്ഞില്ല. വ്യഭിചാരം എന്ന് പറയുന്നത് മോഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ടായിരിക്കാം അത് പറയാതിരുന്നു. ഈ 4 കാര്യങ്ങൾ കർത്താവ് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്ത് പറഞ്ഞു? പ്രമാണി എന്ത് പറഞ്ഞു? ഇതെല്ലാം ഞാൻ എപ്പം മുതലാണ്? അറിവായപ്പം മുതലാണോ? അല്ല, ചെറുപ്പം മുതലേ ഞാനിതെല്ലാം പാലിച്ചു വരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. എന്താണ്?
നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. കർത്താവിനെ പിൻചെല്ലുവാനായിട്ട് വെച്ച ഒരു വ്യവസ്ഥ പോലെ നമുക്കൊരു പ്രാഥമിക വായനയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോയതായ ആളുകൾ ആരോടും അങ്ങനെ എല്ലാം വിറ്റ് കൊണ്ടുവരാനായിട്ടൊന്നും, വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ, ഇവിടെ വിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇന്നത്തെ ആളുകളാണെങ്കിൽ എന്ത് പറയും? നിങ്ങൾ എല്ലാം വിറ്റ് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറയും, എന്നാൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലമൊക്കെ കിട്ടുമെന്ന് പറയും. കർത്താവ് അങ്ങനെ പറഞ്ഞില്ല. കർത്താവ് എന്തുകൊണ്ടാണ് ആ മനുഷ്യനോട് അങ്ങനെ പറഞ്ഞത്? എന്താണ് തനിക്കുണ്ടായിരുന്നതായിട്ടുള്ള കുറവ്? കൊന്നിട്ടില്ല, വ്യഭിചാരം ഇവിടെ പറഞ്ഞില്ലെങ്കിലും ഞാൻ വിചാരിക്കുന്നു വ്യഭിചാരം ചെയ്തിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, അപ്പനെയും അമ്മയും ബഹുമാനിച്ചിട്ടുണ്ട്, കള്ളസാക്ഷ്യം പറഞ്ഞിട്ടില്ല, അല്ലേ? നല്ല സാക്ഷ്യമുള്ള ഒരു മനുഷ്യനല്ലേ, അല്ലേ? നമ്മളും പലപ്പോഴും പറയാറുള്ള, നമ്മളിപ്പോൾ ആളുകളോടൊക്കെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊക്കെ പരസ്പരം ഒരുപക്ഷെ സംസാരിക്കാൻ സാധ്യതയുള്ള കാര്യം എന്താ? ഞാനങ്ങനെ വലിയ പാപമൊന്നും ചെയ്യുന്നയാളല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല, വിചാരം ചെയ്യാൻ പോയിട്ടില്ല, മോഷ്ടിക്കാൻ പോയിട്ടില്ല, ഞാൻ കള്ളസാക്ഷ്യം പറയാൻ പോയിട്ടില്ല. ഇപ്പോൾ ആളുകളെല്ലാം അവരെ തന്നെ ന്യായീകരിക്കുന്ന, അവരെ തന്നെ വിശുദ്ധരെന്നോ അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ആളുകളെന്നോ പറയുന്നതായിട്ടുള്ള ചില വാദഗതികളാണ് ഇങ്ങനെ. എത്രയോ ആളുകൾ കൊല്ലാത്തവരുണ്ട് ഈ ലോകത്തിൽ, എല്ലാവരും കൊലപാതകം നടത്തുന്നവരാണോ? അങ്ങനെയൊന്നുമല്ല. മാന്യന്മാരായിട്ട് ജീവിക്കുന്ന ധാരാളം ആളുകൾ എല്ലാ മതവിഭാഗങ്ങളിലും ഇനിയല്ല നിരീശ്വരവാദികളിലും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. പക്ഷേ ഈ കുറവ് എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആ മനുഷ്യൻ എന്തായിരുന്നു? ധനമായിരുന്നു. കർത്താവിൻ്റെ കൽപ്പനകളിൽ ആദ്യത്തെ കൽപ്പനകൾ ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പെട്ട കാര്യങ്ങളാണ് ആദ്യത്തെ കൽപ്പനകളെല്ലാം. അതൊന്നും കർത്താവ് ചോദിച്ചില്ല. നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ, നീ അത് അനുവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, അത് ഞാനല്ലാതെ ഏതെങ്കിലും ദൈവം നിനക്കുണ്ടോ എന്ന് ചോദിച്ചില്ല. ഇനി ഒരുപക്ഷെ നീ ദേവാലയത്തിൽ കൃത്യമായി പോവുകയൊക്കെ ചെയ്യുമായിരുന്നോ എന്ന് ചോദിച്ചില്ല. ചോദിച്ചാൽ ചിലപ്പോൾ അതിനും കൂടെ ആ മനുഷ്യൻ ഞാൻ കൃത്യമായിട്ട് പോകുന്നയാളാണ് എന്ന് പറയുവാനായിട്ടുള്ള സാധ്യതയാണുള്ളത്. ഈ കുറവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഈ അനീതിയുള്ള മാമോനായിരുന്നു. അതായിരുന്നു എന്നുള്ളൊരു എന്താ തെളിവ്? ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തേച്ചെങ്കിൽ വരാൻ പറഞ്ഞു കഴിയുമ്പോൾ പുള്ളി സ്ഥലം വിട്ടു, അല്ലേ? അതാണ് അതിൻ്റെ തെളിവ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയൊരു മനുഷ്യനെ കർത്താവിൻ്റെ കൂട്ടത്തിൽ ആ സമ്പത്തിനോട് കൂടെ കൂട്ടിയായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അല്ലെങ്കിൽ ആ സമ്പത്തൊക്കെ വിറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ നീ നിൻ്റെ സമ്പത്തൊക്കെ വെച്ചോ, എന്നാലും എൻ്റെ പിന്നാലെ പോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിരുന്നു അവസ്ഥ? ഒരു 13ാമത്തെ ശിഷ്യനായിട്ട് ഈ പറഞ്ഞ പ്രമാണി എന്നാണ് പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച്. പ്രമാണി അപ്പം ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനല്ല. കർത്താവിൻ്റെ കൂടെയുള്ളവരാരൊക്കെയാ? മുക്കുവന്മാരും ചുങ്കക്കാരും, അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു പ്രമാണി കുറേ പൈസയായിട്ട് വന്നാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവ് പറഞ്ഞു വേണ്ട, അങ്ങനെ വരേണ്ട ആവശ്യമില്ല. ഇന്ന് അനേക സഭകൾ നിയന്ത്രിക്കുന്ന ആരാന്നറിയാവോ? പ്രമാണിത്വമുള്ളവരും പൈസയുള്ളവരുമാണ് സഭയെ നിയന്ത്രിക്കുന്നത്. സഭ എന്ത് ചെയ്യണം, സഭ എങ്ങനെ പോകണം, സഭയിൽ എന്ത് പഠിപ്പിക്കണം, ആര് പഠിപ്പിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണെന്നറിയാമോ? ഈ അനീതിയുള്ള മാമോനെ കൈവച്ച് ഒരല്പം വർത്തമാനം പറയാനും തണ്ട് കാണിക്കാനും ഒക്കെ കഴിയുന്ന ആളുകളാണ് ഇന്ന് സഭകളെ നിയന്ത്രിക്കുന്നത്. എത്രയോ കഷ്ടകരമായിട്ടുള്ള അവസ്ഥയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ യെരുശലേമിലെ സഭയെക്കുറിച്ച് നമ്മൾ വായിച്ചു, നമ്മളത് കേട്ടു, നമ്മളതിനെക്കുറിച്ച് പഠിച്ചു. കൊരിന്തിലെ സഭയെക്കുറിച്ച് എഴുതുമ്പോഴും അവർ മറ്റ് സഭകളിലേക്ക് അവരുടെ മഹാദാരിദ്ര്യവും കഷ്ടതയും ഒക്കെ ആയിരുന്നിട്ടും അവർ മറ്റ് സഭകളെ സഹായിക്കുന്നതിന് വേണ്ടിയും അവർ തുനിഞ്ഞു, അവരതിന് ഉത്സാഹിച്ചു, അവരത് ചോദിച്ചറിഞ്ഞ് അത് കൊടുത്തു എന്നുള്ളതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
പിന്നെ സഭ എന്ന് പറയുന്ന ഒരു ശരീരമാണ് എന്നുള്ളതിനോടനുബന്ധിച്ചാണല്ലോ നാം ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചത്. ഒരു ശരീരത്തിന് ഏതെങ്കിലും സ്വന്തമായിട്ടുണ്ടോ? ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് സ്വന്തമായിട്ട് എന്താ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടോ? സഭ എന്ന് പറയുന്നതായ ആ കോൺസെപ്റ്റ്, ആ തത്വത്തിൽ തന്നെ അതൊരു ശരീരത്തോട് ഉപമിച്ചിരിക്കുന്നത് കൊണ്ടും ഒരു ശരീരമായിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് പറയുക. കൊലോസ്യർക്ക് എഴുതുമ്പം പൗലോസ് പറയും, നിങ്ങളെ അതിനായിട്ടല്ലോ നിങ്ങളെ ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ശരീരത്തിൽ ഒരവയവത്തിനും സ്വന്തമായിട്ടൊന്നുമില്ല അല്ലേ? ഇപ്പം എൻ്റെ കൈ പറയുകയാണ്, എൻ്റെ ഈ കൈ പറയുകയാണ്, ഇപ്പം എനിക്ക് സ്വന്തമായിട്ടാണ് ഉള്ളത്. ഇപ്പം അവിടുന്ന് വന്നതായിട്ടുള്ള രക്തം ഞാൻ തിരിച്ചു കൊടുക്കുകയില്ല, ആ രക്തം അവിടെ തന്നെ ഇരിക്കട്ടെ, അതെൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പം ആ കൈ പതുക്കെ നീല കളറായിട്ടങ്ങ് മാറും, ഇല്ലേ? എന്താണ്? അവിടെ അശുദ്ധ രക്തം കെട്ടിക്കിടക്കുന്നു. ആ രക്തം ശുദ്ധീകരിച്ച് അത് ശ്വാസകോശത്തിലേക്ക് പോയി ഹൃദയം അതിനെ പമ്പ് ചെയ്ത് പുതിയൊരു രക്തം ഈ കൈയിലേക്ക് വന്നില്ലെങ്കിൽ ഈ കൈക്ക് എന്ത് സംഭവിക്കും? ആ അവയവം കുറച്ച് കഴിയുമ്പം നീലയായി, പിന്നെ പഴുപ്പായി, പിന്നെ അത് മുറിച്ച് കളഞ്ഞിരുന്നില്ലെങ്കിൽ ബാക്കിയുള്ള ശരീരത്തിന് പോലും നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. ഒരു ശരീരമെന്ന് നമ്മെ സഭയെ പറഞ്ഞിരിക്കുന്നത് തന്നെ നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, എല്ലാം പൊതുവാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണിത് പൊതുവായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്? അതൊരു ഭയങ്കര സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ്. എങ്ങനെയാണ് പൊതുവായിട്ട് കണക്കാക്കേണ്ടത്? അതിനും ചില പ്രമാണങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എന്തായാലും എല്ലാവരും എല്ലാം വിറ്റ് കൊണ്ടുവന്ന് ഇനിയിപ്പം പാസ്റ്ററുടെ മുമ്പാകെ വെച്ച് പാസ്റ്റർ തുല്യമായിട്ടങ്ങ് ഭാഗിച്ചു കൊടുക്കുക, അങ്ങനെയാണോ? അങ്ങനെയൊന്നുമില്ല, അല്ലേ? അങ്ങനെ ചെയ്താലുള്ള അവസ്ഥ എന്താ? സമയമായല്ലോ. അങ്ങനെ ചെയ്താലുള്ള അവസ്ഥ എന്താ? എല്ലാവർക്കും നമ്മൾ ഒന്ന് സങ്കല്പിക്കുക, എല്ലാവരും കൂടെ വിറ്റ് 10 കോടി രൂപ കിട്ടിയെന്ന് വിചാരിച്ചു. തുല്യമായിട്ട് എല്ലാവർക്കും 10 കോടി അങ്ങ് ഭാഗിച്ചു കൊടുത്തു. എല്ലാവർക്കും 50 ലക്ഷം രൂപ കിട്ടി എന്ന് വിചാരിച്ചോളൂ. ഒരാഴ്ച കഴിയുമ്പം നമ്മൾ ചോദിച്ചാൽ എല്ലാവരുടെയും കൈവശം ഒരേ തുകയായിരിക്കും ഉണ്ടായിരിക്കുക? അല്ല. അപ്പോൾ അവിടെ വ്യത്യാസമായില്ലേ? ഇല്ലേ? അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? വീണ്ടും കൊണ്ടുവന്ന് ഒന്നാക്കണമല്ലേ? സാധിക്കുമോ? അങ്ങനെ തുല്യത, എല്ലാ കാര്യത്തിലും തുല്യത എന്ന് പറയുന്നത് വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. വചനത്തിൽ പറയുമ്പോൾ ധനവാന്മാരെക്കുറിച്ചും വീടുണ്ടായിരുന്നവരെക്കുറിച്ചും വീട്ടിൽ സഭകളുണ്ടായിരുന്നതിനെക്കുറിച്ചും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുല്യത എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പരിപാടി അല്ല ദൈവവചനത്തിലെ ഈ സത്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, സോഷ്യലിസം ഉണ്ട്, ക്യാപിറ്റലിസം ഉണ്ട്. അമേരിക്കയൊക്കെ ക്യാപിറ്റലിസം, മൂലധന എന്തായാലും മലയാളത്തിൽ എനിക്കറിയില്ല. അതുപോലെ തന്നെ സോഷ്യലിസം റഷ്യയിലൊക്കെ സോഷ്യലിസമായിരുന്നു, അമേരിക്കയിൽ ക്യാപിറ്റലിസം ആയിരുന്നു. അങ്ങനെ 2 വിഭാഗത്തിലാണ് ലോകത്തിലെല്ലാം ഉള്ളത്, എക്കണോമി ഒക്കെ ഉള്ളതെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇത് രണ്ടും പരാജയമായി പോയി. സോഷ്യലിസം പരാജയപ്പെട്ടു പോയി, ക്യാപിറ്റലിസവും പരാജയപ്പെട്ടു പോയി. ക്യാപിറ്റലിസം എങ്ങനെ പരാജയപ്പെട്ടത്? അവിടെ ആളുകൾ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. പണക്കാർ വീണ്ടും പണക്കാരായിട്ട് മാറി, പാവപ്പെട്ടവർ വീണ്ടും പാവപ്പെട്ടവരായിട്ട് മാറി. അപ്പോൾ സോഷ്യലിസവും ക്യാപിറ്റലിസവും പരാജയപ്പെട്ടിടത്ത് ബൈബിളിൽ വേറൊരു ഇസമുണ്ട്. എല്ലാം എല്ലാവർക്കും പൊതുവായിരുന്നു. എല്ലാവരും വിറ്റ് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയല്ല, മറിച്ച് മുട്ടുള്ളവർ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അതാണ് ബൈബിളിലെ പ്രമാണം. മുട്ടുള്ളവർ ആരും ഒരു സഭയിൽ ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാ? ഭക്ഷണം, വസ്ത്രം, അല്ലേ, പാർപ്പിടം, മരുന്ന്, അതുപോലെയുള്ളതായ മനുഷ്യൻ്റെ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കുക എന്ന് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് നമുക്ക് മുട്ടുണ്ടെങ്കിൽ അങ്ങനെ മുട്ടുള്ള ഒരാൾ പോലും സഭയിലുണ്ടാകാൻ പാടില്ല. അങ്ങനെ മുട്ടുള്ളതായ ആരെങ്കിലും സഭയിൽ ഉണ്ടായിട്ട് അവരോട് ഒരു അനുകൂല മനോഭാവമോ ഒന്നും കാണിക്കാനായിട്ട് ആ സഭയിൽ ഉള്ള ആളുകൾക്ക് കഴിയുന്നില്ല എങ്കിൽ അതൊരു പ്രശ്നമാണ്. അതിനെ പിന്നെ ശരീരം എന്ന് വിളിക്കാനായിട്ട് പറ്റില്ല, സഭയെന്ന് വിളിക്കാനായിട്ടും സാധിക്കില്ല. മുട്ടുള്ളവർ ആരും സഭയിലുണ്ടാകാനായിട്ട് പാടില്ല. അതാണ് അതിൻ്റെ
അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത്. വ്യക്തമായോ? ഇപ്പം വേറെ പുറത്തുള്ള ആളുകൾക്ക് വ്യക്തമായില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും വ്യക്തമായ ഏതെങ്കിലും സംശയങ്ങളുണ്ടോ? മാത്രമല്ല, വിശ്വസിച്ചവരുടെ കൂട്ടത്തിന് എത്ര ഹൃദയമുണ്ടായിരുന്നു, എത്ര മനസ്സുണ്ടായിരുന്നു, അല്ലേ? നമ്മളതിനെക്കുറിച്ചൊക്കെ കൂടെ കേട്ടൊരു പക്ഷേ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. ഇപ്പം ഏക ഹൃദയം, ഏക വായ, ഏക മനസ്സ്, ഒരു ശരീരം, ഇതിനൊക്കെ എങ്ങനെയാണ് ഒരു മനസ്സും ഒരു ശരീരവും ഒരു വായു ഒരു ഹൃദയവും ഒക്കെ ഉള്ള ആളുകൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലയിൽ കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധിക്കുമോ? ഇല്ല, അല്ലേ? ഒന്നാണ്, നമ്മളൊന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഞങ്ങളുടേതെല്ലാം, ഞങ്ങളുടേത് അല്ല കർത്താവിൻ്റേത്, ഞങ്ങൾ കാര്യവിചാരകന്മാർ മാത്രം. എല്ലാം പൊതുവക എന്ന് എണ്ണിയിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾക്കുള്ളതെല്ലാം പൊതുവകയാണ്, അല്ലേ? എല്ലാം പൊതുവക എന്ന് എണ്ണിയിരിക്കുന്നവർക്കെല്ലാം ഞങ്ങൾക്കുള്ളത് പൊതുവകയാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. നമ്മളെല്ലാവരും അങ്ങനെ പറയാനായിട്ട് നമുക്ക് സാധിക്കും. എങ്കിൽ മാത്രമേ ഒരു സഭ എന്നുള്ള നിലയിൽ നമുക്ക് പുതിയ നിയമസഭ എന്നുള്ള നിലയിൽ ഒരു ശരീരമായി കർത്താവിൻ്റെ മണവാട്ടിയായി ജീവിക്കുവാനും മുമ്പോട്ട് പോകാനും കഴിയുള്ളൂ. എന്നിട്ടേ നമ്മൾ ഈ സുവിശേഷം പ്രസംഗിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ, അല്ലേ? നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണ്? നമ്മളെന്താ സുവിശേഷം പ്രസംഗിച്ച് സഭയിലേക്ക് കുറച്ച് ആളുകളെ കൂട്ടിക്കൊണ്ടുവരിക, സഭയിൽ കുറേ അംഗങ്ങളാക്കുക എന്നുള്ളതല്ല. നമ്മളൊരു ശരീരമായി തീരാതെ നമ്മളിൽ നിന്നൊരു സുവിശേഷം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ശക്തിയും ഉണ്ടാവില്ല, അതിൽ ആത്മാവും ഉണ്ടാകുകയില്ല. ശരിയാണോ? ഞാനീ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വല്ലതും ഉണ്ടോ സഹോദര? ഇല്ല, ഒന്നുമില്ല. ദൈവവചനത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ ഒരുപക്ഷെ ലോകത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും പഠിപ്പിക്കാറില്ല. കാരണം ഇതിനൊക്കെ ഒത്തിരി ചിലവും ഒക്കെയുള്ള പഠനങ്ങളാണ്. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കുറേ വിശ്വാസികളെന്ന് പേരുള്ള ആളുകളായിട്ട് നമുക്ക് നിന്നാൽ പോരാ, അല്ലേ? നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ തനിക്കുള്ളത് ഇന്ന് രാവിലെ നാം സാബുസോൻ്റെ അടുത്ത് കേട്ടു, തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയുകയില്ല. കർത്താവ് വിശ്വാസികൾ ഉണ്ടാക്കാനല്ല ശിഷ്യന്മാരെ അയച്ചത് കേട്ടോ. കർത്താവ് ശിഷ്യന്മാരെ ഉണ്ടാക്കാനായിട്ടാണ് ശിഷ്യന്മാരെ അയച്ചത്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പറഞ്ഞ് കുറേ വിശ്വാസികൾ ഉണ്ടാക്കാനായിട്ടാണോ കൽപ്പന? അല്ല. സ്നാനപ്പെട്ട ആളുകളെ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകലജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ശിഷ്യന്മാരല്ലാത്ത ആരെയും കർത്താവിന് വേണ്ട. നമ്മളൊക്കെ ഒരുപക്ഷെ ഇന്ന് ലോകത്ത് ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നതായിട്ടുള്ള ആളുകൾ അവരൊക്കെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അവർ എന്നോ ഒരിക്കൽ യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതിലോ ഇനി ഏറെ പോയാൽ ഒന്ന് മുങ്ങിയതിലോ ആണ് അവരുടെ എല്ലാം നിലനിൽപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഒരു ക്രിസ്ത്യ ജീവിതത്തെക്കുറിച്ച് ബൈബിളിൽ ഒരു സൂചന പോലുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ലേഖനങ്ങളൊക്കെ എഴുതേണ്ടതായിട്ടുള്ള വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ? ഈ ലേഖനങ്ങളൊന്നും എഴുതേണ്ട ഒരു ആവശ്യവുമില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ അതായിരിക്കുന്ന നിർമ്മലമായിട്ടുള്ള നിലയിൽ മനസ്സിലാക്കുകയും നമുക്ക് അതനുസരിച്ച് അത് നമ്മളുടെ വിശ്വാസമായി ജീവനായി പരിണമിച്ച് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് തുടർന്ന് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ പങ്കുവയ്ക്കുവാനായിട്ടുള്ള സമയമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ? തമ്പിസോറിൻ്റെ അടുത്തുള്ള ആ പയ്യൻ്റെ കാര്യം പറഞ്ഞത് എന്താ? ആശുപത്രിയിൽ ശരിയായി, കുഴപ്പമില്ല. ഹൈദരാബാദിന് പോയിരിക്കുന്ന നിമ്മിയെക്കുറിച്ച് എന്ത് പറയുന്നു? അല്ല പറഞ്ഞ പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, ഓപ്പറേഷനുള്ള വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. മോള് സുഖമായിരിക്കുന്നല്ലോ അല്ലേ? കുഴപ്പമില്ല. സൗമ്യ, നമ്മുടെ രാജേന്ദ്രൻ ബ്രദറിൻ്റെ മോൾ സൗമ്യയുടെ ഡേറ്റ് നാളെയാണ്. സൗമ്യ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റെന്തെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടോ?
നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടുപാടി പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം.